എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു വെജിറ്റബിൾ ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെജിറ്റേറിയൻസിനെ പിണക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇന്നൊരു വെജിറ്റബിൾ പുലാവ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഒരു മീഡിയം സൈസ് ചെരുവത്തിൽ 3 കപ്പ് ബസ്മതി അരി വേവിക്കാനുള്ള വെള്ളം റെഡിയാക്കിയിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ സ്പൈസസ് എല്ലാം ഇട്ടു. ബേ ലീവ്സ്, കുരുമുളക്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊക്കെ ചേർത്തു. അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് 10 മിനിറ്റ് കുതിർത്ത് വെച്ച ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരി വെള്ളത്തിലൊന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് ഒരു 100 ഗ്രാം ബീൻസ് ചീകി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയ 2 ക്യാരറ്റ്, ഇതൊരു 50 ഗ്രാമേ ഉള്ളേ, അത് ചെറുതായിട്ട് ചീകി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു. അത് ഒന്ന് ഇളക്കി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചേർത്ത് വിട്ടു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക എന്നുള്ളതാണ്. ചോറ് ഒട്ടി പിടിക്കാതിരിക്കാനും ഒക്കെ ആയിട്ടാണ് നാരങ്ങ ഒഴിക്കുന്നത്, ഒരെണ്ണം. അപ്പോൾ പതുക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിള നന്നായി വന്നു കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തിളച്ച അരിയിലേക്ക് ഒരു 1.5 സ്പൂണ് ഉപ്പിട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പിഴുത്ത പാത്രത്തിലേക്ക് അത് കോരി മാറ്റാം. അങ്ങനെ ചോറൊക്കെ നമ്മൾ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അടിക്കട്ടിയുള്ളൊരു കടായിലേക്ക് നമുക്കിനി ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചു കൊടുത്തു. അപ്പം നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ കുക്കായിരിക്കുന്ന അരി, നല്ല ആവി പറക്കുന്ന അരിയാണ്. അത് ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ലെയർ റൈസ് നമ്മൾ കടായിലേക്ക് ഇട്ടു. ഇനി നമുക്കിതിൻ്റെ ഫ്രൈസൊക്കെ ചേർത്ത് കൊടുക്കാമേ. ഉള്ളി ഒരു 3 മീഡിയം സൈസ് ഉള്ളി കനം കുറച്ചരിഞ്ഞ് എണ്ണയിൽ വറുത്ത് കോരിയതാണ്. അധികം കളറ് കൂടാത്ത രീതിയിൽ വറുത്ത് കോരി. കാഷ്യൂനട്ട്, ആവശ്യത്തിന് കാഷ്യൂനട്ടും എണ്ണയിൽ വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കുറച്ചിടാം. പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും ഒരു ലെയറിലിട്ട് കൊടുക്കാം. നമ്മുടെ പുതിനയിലയും മല്ലിയിലയും, പുതിനയില വെച്ചിട്ട് കൂടുതലിട്ട് കൊടുക്കണേ, മല്ലിയിലയും. അങ്ങനെ നമ്മുടെ ഒരു ലെയർ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത് ഒരു അല്പം നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത് ആവി കൊണ്ട് എല്ലായിടത്തും ഇറങ്ങിപ്പോക്കോളൂ. നമ്മൾ ലെയർ കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പോൾ ഒരു 2-3 പച്ചമുളക് നെടുകെ കീറിയതുണ്ടായിരുന്നു, അതും ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ട് പോകുന്നുണ്ട്. ഈ ആവിയിലിരുന്ന് ആ പച്ചമുളക് ഒന്ന് കുക്കായി വന്നോളൂ. നമുക്ക് ഒരു 3 ലെയർ ഇത് ഇട്ട് കൊടുക്കാം. ആദ്യം ചെയ്തതുപോലെ തന്നെ ആദ്യം റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഫ്രൈസ് ഒക്കെ ഒന്ന് ഇട്ടിട്ട് വീണ്ടും ചോറ് ലെയർ ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരു 3 ലെയർ റെഡിയാക്കാം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ പുലാവിൻ്റെ 3 ലെയറും കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്കൊരു കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം മുകളിൽ. എന്നിട്ട് ഇനിയും ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ടൈറ്റായിട്ട് ഇത് അടപ്പ് വെച്ച് അടയ്ക്കുക. ദമ്മിടേണ്ട ആവശ്യമില്ല. ചെറിയ തീയിൽ ഇവിടെ ഒരു ചെറിയ ഹോളുണ്ട്, അതും കൂടെ ഒന്ന് അടച്ചു കൊടുത്തിട്ട് ആ ചെറിയ തീയിലിരുന്ന് തന്നെ ഒരു 5 മിനിറ്റ് ഒരു നല്ല ആവി കയറി വരുമ്പോഴത്തേന് നെയ്യൊക്കെ അതിനകത്ത് പെരണ്ട് റൈസിൻ്റെയും ഈ ഇട്ട ഫ്രൈസിൻ്റെയും ഒക്കെ സ്മെല്ലും എല്ലാം കയറി വെജിറ്റബിൾ പുലാവ് റെഡിയായി വരും. അപ്പോൾ എല്ലാവരും സമയം പോലെ ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, പെട്ടെന്ന് തയ്യാറാക്കാവുന്ന സംഭവമാണ്. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും